പ്രീസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് തന്ന ഈ നല്ല സാവകാശത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഉൽപ്പത്തി പുസ്തകം 13-ാമത്തെ അധ്യായമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. 12-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ ഒരു അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വന്ന ഒരു പാർഷ്യൽ ട്രൂത്ത് പറഞ്ഞത് നിമിത്തം വന്ന ഒരു 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 പരാജയത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. പാർഷ്യൽ ട്രൂത്ത് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ അബദ്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിച്ചു. അതുപോലെ ദേശത്ത് ക്ഷാമം കഠിനമായപ്പോൾ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയ അനുഭവം. നമ്മളും രൂത്തിന്റെ പുസ്തകത്തിലേക്കൊക്കെ പോകുമ്പോഴും നമുക്കറിയാം, ബേത്ലഹേമിൽ ക്ഷാമം വന്നപ്പോൾ ഇറങ്ങിപ്പോയത് നിമിത്തം അവരുടെ ജീവിതത്തിലും വന്ന പരാജയങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഇവിടെയും ക്ഷാമം വന്നപ്പോൾ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയ അബ്രഹാം. എന്നാൽ അവിടെ നിന്ന് അബ്രഹാം മടങ്ങി വരികയാണ്. ഇങ്ങനെ അബ്രഹാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു. പോയതുപോലെയല്ല, ബഹുസമ്പന്നനായിട്ടാണ് മടങ്ങി വന്നിരിക്കുന്നത്. എന്നാൽ പുറം ലോകം നോക്കുമ്പോൾ അബ്രഹാം തിരിച്ചു വന്നത് ഒത്തിരി ആടുമാടുകൾ, ഇങ്ങനെ ഒത്തിരി ബഹുസമ്പന്നതയോടെയാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇവിടെ വന്നുടനെ അബ്രഹാം ചെയ്ത ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അവൻ തൻ്റെ യാത്രയിൽ തെക്ക് നിന്ന്, 3-ാം വാക്യം, തെക്ക് നിന്ന് ബഥേൽ വരെയും ബഥേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരമുണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതായത് എൻ്റെ ഒരു ചിന്ത, ഇദ്ദേഹം സമ്പന്നതയോടെയാണ് മടങ്ങി വന്നത്. മിസ്രൈമിലെ ആ ഒരു അനുഭവം, മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയ ആ ഒരു അനുഭവത്തിന് നടുവിൽ പുറം ലോകം കാണുമ്പോൾ, അയ്യോ പോയതുപോലെയല്ല, ക്ഷാമകാലത്ത് ഇവൻ കാണിച്ചതുപോലെ ഒരു ബുദ്ധി ഞങ്ങളും കാണിക്കണമായിരുന്നു എന്ന് ലോകത്തിന് തോന്നത്തക്ക വിധത്തിലാണ് മടങ്ങി വന്നിരിക്കുന്നതെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര കുറ്റബോധമുണ്ട്. കാരണം ഇറങ്ങിപ്പോയത് നിമിത്തം, ഹല്ലേലൂയ, സ്തോത്രം, തനിക്കൊരു പാർഷ്യൽ ട്രൂത്ത് പറയേണ്ടി വന്നു. കാരണം സാറ സഹോദരിയാണ്, അതുകൊണ്ട് അത് പറഞ്ഞത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല. എന്നാൽ സഹോദരി എന്നല്ല ഇപ്പൊ പറയേണ്ടത്, ഇപ്പൊ ഭാര്യയാണ്, ഭാര്യ എന്ന് തന്നെ പറഞ്ഞിരിക്കണം. അപ്പൊ അത് നിമിത്തം തൻ്റെ ഉള്ളിൽ വന്ന ആ വലിയ കുറ്റബോധം, അതിൻ്റെ നടുവിൽ ഈ മനുഷ്യൻ ഈ ദേശത്തേക്ക് മടങ്ങി വരുമ്പോൾ ലോകം തന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതിലേക്കല്ല, താൻ ആദിയിൽ കൂടാരമടിച്ചിരുന്ന ഇടത്തേക്ക് വന്ന്, അഥവാ താൻ ആ ദേശത്ത് വന്ന് പാർക്കുമ്പോൾ ആദിയിൽ ആരാധിച്ച് ദൈവസാന്നിധ്യം ഇറങ്ങിയ ഇടത്തേക്ക് വന്ന് ഹല്ലേലൂയ ദൈവത്തെ മടങ്ങി വന്ന് ആരാധിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആരാധനയുടെ നടുവിൽ കർത്താവെ, പോയപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ മടങ്ങി വന്ന് ആരാധിച്ചു കാണും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഭാരം വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, ഹല്ലേലൂയ ഒരു അബദ്ധം വന്നാൽ, ഏത് സമയത്തും ഹല്ലേലൂയ സ്തോത്രം, നമുക്കുള്ള മഹാപുരോഹിതൻ, ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഹല്ലേലൂയ, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ ഹല്ലേലൂയ നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ മതിയായ ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാലും ഹല്ലേലൂയ നമ്മുടെ ആദിമ ദൈവ സാന്നിധ്യത്തിലേക്ക്, ആദ്യ സ്നേഹത്തിലേക്ക്, ഹല്ലേലൂയ സ്തോത്രം, ആദിമ ആരാധനയിലേക്ക് ഹല്ലേലൂയ ക്രമീകരണത്തോടെ നമുക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ സ്തോത്രം. ഇതിനിടയ്ക്ക് ഇവർ തമ്മിൽ ഹല്ലേലൂയ ലോത്തിൻ്റെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നവരും അബ്രഹാമിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നവരും ഇടയന്മാർ തമ്മിൽ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിനെ അബ്രഹാം ഹാൻഡിൽ ചെയ്ത ആ വിധം നമുക്കും
മനസ്സിലാക്കി അതുപോലെ പിന്തുടരുവാൻ പറ്റുന്ന ഒരു മാർഗമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇടയന്മാരോട് ചേർന്ന് നിന്ന് ഇടയന്മാരുടെ ഒരു 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 മൈൻഡ് ലെവലിലേക്ക് താണു പോകാതെ, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിന്റെ ലെവലിലേക്ക് താണു പോകാതെ, ഹല്ലേലൂയ, സ്തോത്രം, അവരുടെ ഒരു ഒരു ലൗകികമായ ജഡീകമായ ഒരു ചിന്തയുടെ ലെവലിലേക്ക്, ആ തോട്ട് ലെവലിലേക്ക് താണു പോകാതെ, അബ്രഹാം ഹീ സ്റ്റുഡ് ഇൻ ദ ഡിവൈൻ ലെവൽ, ദൈവീകമായിട്ടുള്ള ആ നിലവാരത്തിൽ അബ്രഹാം ഹല്ലേലൂയ ഇപ്പോൾ നിലനിൽക്കുകയാണ്. ആ ദൈവീക നിലവാരത്തിൽ നിലനിൽക്കുകയാണ്. നമുക്കും നമ്മുടെ ജീവിതത്തിലും വിഷയങ്ങൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ നാം ഒരിക്കലും ജഡീക മനുഷ്യരെ പോലെ, സാധാരണ മനുഷ്യരെ പോലെ, ഹല്ലേലൂയ, ഒരു താണ നിലവാരത്തിലേക്ക് പോകുവാനായിട്ട് പാടില്ല. ഒരിക്കലും വി ഷുഡ് നെവർ ലീവ് അവർ പൊസിഷൻസ് ഇൻ ദ ഡിവൈൻ. ആ ഒരു ഡിവൈൻ പൊസിഷൻസ് നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് നമ്മൾ താണു പോകുവാനായിട്ട് പാടില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. നമ്മുടെ ചിന്തയിലോ നമ്മുടെ ആറ്റിറ്റ്യൂഡിലോ നമ്മുടെ ഡിസിഷൻസിലോ അല്ലെങ്കിൽ ഒന്നും നിലവാരം താണു പോകാനായിട്ട് പാടില്ല. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവൻ, പലപ്പോഴും പല സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളപ്പോഴും ഒന്നിലധികം എന്നല്ല, ധാരാളം പ്രാവശ്യം എന്നോട് ആ, ആ, പറഞ്ഞിട്ടുള്ള ഒരു 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 കാര്യമാണ്, ഷിജ, താണു പറക്കല്ലേ. ഇടയ്ക്ക് എന്തെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാകുമ്പോൾ എന്താ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഉടനെ എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, മോനെ താണു പറക്കല്ലേ എന്ന് പറയുമായിരുന്നു. അതായത് ബിജൻ എന്നെ വിട്ടുപോകുന്ന ആ ആ ശനിയാഴ്ചയ്ക്ക് മുമ്പുള്ള വെനസ്ഡേ ഞങ്ങൾ രണ്ടുപേരും ഒരു മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പം എന്തോ ഇങ്ങനെ പറഞ്ഞപ്പം ബിജൻ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞെ, താണു പറന്ന് കൊടുക്കരുത്. താണു പറന്നാൽ പിടിച്ച് താഴോട്ട് കെട്ടിയിടാൻ ഇവിടെ ധാരാളം പേരുണ്ടാവും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഉയർന്നു പറന്നു നിന്നോണം. ഹല്ലേലൂയ. ഒരു ഒരു ആർക്കും ഒന്നിനും പിടിച്ചു കെട്ടാൻ കഴിയാത്തതുപോലെ ഉയർന്ന് പറന്ന് നിന്നോണം. അങ്ങനെ ഒരു ഉപദേശമൊക്കെ ഹല്ലേലൂയ ഒരു പ്രാവശ്യം കൂടെ തന്നിട്ടാ എൻ്റെ പ്രിയപ്പെട്ടവൻ പോയത്. ഹല്ലേലൂയ, സ്തോത്രം. അതായത് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, താണ നിലവാരത്തിൽ അങ്ങ് ചിന്തിക്കരുത്. അങ്ങനെ താണു ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മെ പിടിച്ച് താഴോട്ട് കൊണ്ടുപോകുവാൻ, ഒരു സാധാരണ മനുഷ്യന്റെ നിലവാരത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഹല്ലേലൂയ ഇവിടെ ശത്രുഗണം തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് താണ നിലവാരത്തിലുള്ള ചിന്ത വേണ്ട, താണ നിലവാരത്തിലുള്ള തീരുമാനങ്ങൾ വേണ്ട. ഹല്ലേലൂയ, ദൈവം നമ്മളെ, ഇപ്പൊ ഇവിടെ അബ്രഹാമിനെ ദൈവം വിളിച്ചാക്കിയിരിക്കുന്ന ഒരു പൊസിഷനുണ്ട്. തന്നെ കൊണ്ടുചെന്ന് ആക്കുവാനായി ദൈവം ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനുണ്ട്. ഹല്ലേലൂയ, താൻ അതിലേക്ക് മുകളിലോട്ട് ഹല്ലേലൂയ ചവിട്ടി കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഇടയന്മാര് തമ്മിലുള്ള വഴക്കിനിടയിൽ ഹല്ലേലൂയ ഒരു ഇടയനെ പോലെ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു സാധാരണ മനുഷ്യനെ പോലെ ഹല്ലേലൂയ താണു പോകരുത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യം ഞാൻ നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാ. ഹല്ലേലൂയ, സ്തോത്രം. താണു പറക്കാതിരിക്കാം. നമുക്ക് ആർക്കും കൈയെത്തി പിടിക്കുവാൻ കഴിയാത്ത വിധം ഹല്ലേലൂയ ഉയർന്ന ചിന്തകൾ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നാം ഈ ഭൂമിയിലുള്ളത് ചിന്തിക്കേണ്ടവരല്ല. ഹല്ലേലൂയ, ഉന്നതത്തിലുള്ളത്, ഉയരത്തിലുള്ളത്, ദൈവികമായത്, ദൈവിക ഇഷ്ടങ്ങൾ, ദൈവിക താല്പര്യങ്ങൾ, ദൈവിക ഹിതങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. Let us stay in that divine level. Hallelujah. Let us not come down from that divine level where God has kept us. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന, ഹല്ലേലൂയ, യൂദയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, അവരുടെ ഇടം വിട്ടുപോയ ദൂതന്മാരെന്ന് നാം വായിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മളെ ദൈവമാക്കിയിരിക്കുന്ന ഹല്ലേലൂയ ഒരു വാഴ്ചയുടെ ഇടമുണ്ട്. ഹല്ലേലൂയ, ഒരു അതോറിറ്റിയുടെ ഒരു പ്ലേസ് ഉണ്ട്, ഒരു റൂളിംഗ് പ്ലേസ് ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ലെറ്റ് us not leave and come down to a normal level. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഈ ഇടയന്മാരോട് ചേരുമ്പോൾ ഒരു സാധാരണ ലെവലിലേക്കാണ് വരുന്നത്. അല്ലാതെ ഹല്ലേലൂയ, സ്തോത്രം,
സ്തോത്രം അസാധാരണമായ ഒരു സംഭവമൊന്നുമല്ല. ഹല്ലേലൂയ സ്തോത്രം. ഇടയന്മാർ തമ്മിൽ വഴക്കുണ്ടടക്കുമ്പോൾ യജമാനൻ അതിനോടൊപ്പം കൂടുന്നത് ഒരു വലിയ തെറ്റായ കാര്യമൊന്നുമല്ല. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ നമുക്ക് ആ നിലവാരത്തിലേക്ക് താണുപോകാതെ ഇരുപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ പിരിയുകയാണ്. നമുക്കറിയാം ഇതിന് ശേഷമാണ് ഈ ഈ ലോത്തുമായി പിരിഞ്ഞതിന് ശേഷമാണ് ഹല്ലേലൂയ സ്തോത്രം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ പല കാര്യങ്ങൾ നടക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഈ ഒരു വഴിത്തിരിവ്, ഈ ഒരു സെപ്പറേഷൻ അല്ലേ അബ്രഹാമിന്റെ ജീവിതത്തിലെ അദ്ദേഹത്തിന്റെ യഥാർത്ഥമായ വിളിയിലേക്ക് തന്നെ കൊണ്ടുചെന്ന് എത്തിക്കുകയായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇതിന് ശേഷമാണ് അടുത്ത അധ്യായത്തിൽ നാം കാണുന്ന ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെക്കുറിച്ചുള്ള ഒരു വലിയ വെളിപ്പാട് ഹല്ലേലൂയ നമുക്ക് അബ്രഹാമിന് ലഭിക്കുന്നത്. അത്യുന്നതനായ ദൈവം, അടുത്ത ദിവസം നമ്മളത് ചിന്തിക്കും, അത്യുന്നതനായ ദൈവം എന്നുള്ള ഒരു വെളിപ്പാട് തനിക്ക് കിട്ടുന്നത് ഹല്ലേലൂയ ഈ വേർപാടിന് ശേഷമാണ്. നിങ്ങൾ അടുത്ത അധ്യായങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ഇദ്ദേഹവുമായിട്ട് വിട്ടുപിരിഞ്ഞതിന് ശേഷം അബ്രഹാമിന്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഹല്ലേലൂയ സംഭവിച്ചു. 14 അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ദശാംശം എന്ന് പറയുന്ന ഒരു വെളിപ്പാട് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ അത്യുന്നതനായ ദൈവം എന്ന് പറയുന്ന ഒരു വെളിപ്പാട് നമുക്ക് കാണാൻ കഴിയും. 15 അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം താൻ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ മുമ്പിൽ ഒരു ഒരു തുറന്ന പുസ്തകം പോലെ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് അബ്രഹാം വാഗ്ദത്തങ്ങൾ പണ്ട് പ്രാപിച്ചതിനേക്കാളും ഡീറ്റെയിൽഡ് ആയിട്ട് വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്നത് കാണാൻ കഴിയും. ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അതൊക്കെ ചിന്തിക്കാനുള്ളതാണ്. അപ്പോൾ ഈ ചില വേർപാടുകൾ നമുക്ക് അനുഗ്രഹമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഈ ആരെങ്കിലുമൊക്കെ വിട്ടുപിരിയെന്ന് പറയുമ്പോൾ എന്നാൽ നീ നിന്റെ അങ്ങ് പൊക്കോ എന്ന് പറയുന്നതല്ല. ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും ഹല്ലേലൂയ ദൈവം അനുവദിക്കുന്ന ചില കാര്യങ്ങൾ തൽക്കാലത്തേക്ക് ദുഃഖമാണെങ്കിലും പിന്നീട് നമുക്ക് അനുഗ്രഹമാണ് എന്നുള്ളത് മറന്നു പോകണ്ട. ഹല്ലേലൂയ സ്തോത്രം. അതോർത്ത് ദുഃഖിച്ച് കുനിഞ്ഞ് കൂടി ഇരിക്കേണ്ട കാര്യമില്ല. ഇവിടെ ലോത്ത് വിട്ടുപിരിഞ്ഞതിന് ശേഷം അബ്രഹാം എൻ്റെ ഒരു ചിന്ത പോയി കഴിഞ്ഞപ്പം ഒറ്റപ്പെട്ടു പോയതിൻ്റെ ഒക്കെ ഒരു ചിന്തയിലായിരിക്കും തലയൊക്കെ കുനിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. 14 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം അബ്രാമിനോട് തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നീ ഒന്ന് തല ഉയർത്ത് അബ്രഹാമേ, നീ ഒന്ന് തല ഉയർത്ത്. ഹല്ലേലൂയ. ഇപ്പോ എന്തിന്റെ പേരിലാ തല കുനിഞ്ഞിരിക്കുന്നത്? എന്തോർത്താ തല കുനിഞ്ഞിരിക്കുന്നത്? തല ഉയർത്ത്. ലിഫ്റ്റ് അപ്പ്, ലിഫ്റ്റ് അപ്പ് ദൈൻ ഐസ്. നിന്റെ കണ്ണുയർത്ത്. പലപ്പോഴും നമ്മുടെ തല മനുഷ്യർ നോക്കുമ്പോൾ കുനിഞ്ഞൊന്നും ഇരിക്കുകയല്ല, പക്ഷെ നമ്മുടെ കണ്ണ് കുനിഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മുടെ കാഴ്ചപ്പാടുകൾ മനുഷ്യന്റെ മുമ്പിൽ വിശ്വാസിയാണ്, തലയൊക്കെ ഉയർത്തിപ്പിടിച്ച് പാസ്റ്ററാണ്, പാസ്റ്ററിന്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറയുവാനായിട്ട് കഴിയും. പക്ഷേ പലപ്പോഴും നമ്മുടെ കാഴ്ച താഴോട്ടാണ്. ലിഫ്റ്റ് അപ്പ് ദൈൻ ഐസ്. കണ്ണുയർത്ത്. കാഴ്ചപ്പാടുകളൊന്ന് ഉയരട്ടെ. ഹല്ലേലൂയ സ്തോത്രം. തല ഉയർത്ത്. ആൻഡ് ലുക്ക്. നീ ഒന്ന് നോക്ക്, ഞാൻ നിനക്ക് തരാം. നമ്മുടെ ഭാഗത്ത് നിന്ന്
രണ്ട് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ദൈവം നമുക്ക് തരാൻ വെച്ചിരിക്കുന്നത് നമ്മിലേക്ക് റിലീസ് ചെയ്യും. ലിഫ്റ്റ് അപ്പ് യുവർ ഹെഡ് ആൻഡ് ഐസ് ആൻഡ് ലുക്ക്. കണ്ണുയർത്തിയാൽ നീ നോക്കിയിരിക്കും, നീ കണ്ടിരിക്കും. ഹല്ലേലൂയ. അവിടെ പറയുന്നു, നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഹല്ലേലൂയ. അബ്രഹാം കണ്ട അത്രയും ഭൂമിയാണോ അവനും അവന്റെ സന്തതിക്കും ശാശ്വതമായിട്ട് കിട്ടിയത്? അബ്രഹാം നോക്കിയ എത്രമാത്രം നോക്കും ദൈവമക്കളെ, എത്രമാത്രം നോക്കും. ഹല്ലേലൂയ. നമ്മുടെ ഐസൈറ്റിന് ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മുടെ ഐസൈറ്റിന് ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ എഴുന്നേറ്റ് നിന്നാൽ, ഹല്ലേലൂയ, നമ്മൾ ഇരുന്നോണ്ട് നോക്കിയാൽ നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ എഴുന്നേറ്റ് നിന്നാൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അതിന്റെ അടുത്ത ഭാഗത്തേക്ക് വരും. ഹല്ലേലൂയ. ദൈവമക്കളെ, അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കിടന്നോണ്ട് നോക്കുന്നവർ ഒന്ന് എഴുന്നേറ്റ് ഇരുന്നോണ്ട് നോക്ക്. ഇരുന്നോണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നവർ ഒന്ന് എഴുന്നേറ്റ് നിന്നോണ്ട് നോക്ക്. അടുത്ത ഭാഗത്ത് പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അറൈസ് ആൻഡ് വാക്ക്. നീ പുറപ്പെട്ട് ദേശത്തിന്റെ നെടുകയും കുറുകയും സഞ്ചരിക്കുക. 17-ാമത്തെ വാക്യം. ഹല്ലേലൂയ, സ്തോത്രം. ഇറ്റ്സ് നോട്ട് ഓൺലി ദാറ്റ് യു ഹാവ് ടു ലിഫ്റ്റ് അപ്പ് യുവർ ഹെഡ്, യു അറൈസ്, യു വാക്ക്. നീ നടന്ന് 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 നീ നോക്ക്. ഹല്ലേലൂയ. എവിടം വരെ നിനക്ക് കാണാൻ കഴിയുമോ അതെല്ലാം ഞാൻ നിനക്ക് തരാം. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ചുരുണ്ടുകൂടി കിടന്നുകൊണ്ട് ഹല്ലേലൂയ നോക്കുന്ന, ഹല്ലേലൂയ കണ്ണെത്തുന്ന ഇടം മാത്രമല്ല, അല്പം ഒന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ ഒന്ന് എഴുന്നേറ്റിരുന്നിട്ട് നോക്കുന്ന ആ ഒരു 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 ടെറിറ്ററി മാത്രമല്ല. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഹല്ലേലൂയ നോക്കുന്നതുമല്ല. ഹല്ലേലൂയ, സ്തോത്രം. അറൈസ്, വാക്ക് ആൻഡ് ടേക്ക്. അറൈസ്, വാക്ക് ആൻഡ് ടേക്ക്. ആസ്ക്, സീക്ക്, നോക്ക് എന്ന് പറയുന്ന ഒരു ഒരു പ്രിൻസിപ്പിൾ നമുക്ക് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഇല്ലേ? നിനക്ക് ചോദിച്ചാൽ നിനക്ക് കിട്ടും. ഹല്ലേലൂയ. അന്വേഷിച്ചാൽ നീ കണ്ടെത്തും. ഹല്ലേലൂയ. മുട്ടിയാൽ തുറക്കും. ഇതിന്റെ നടുവിൽ ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ദൈവം നമ്മളോട് പറയുകയാണ്, ഹല്ലേലൂയ, ഇറ്റ്സ് നോട്ട് ഓൺലി ദാറ്റ് യു ഹാവ് ടു ലിഫ്റ്റ് അപ്പ് യുവർ ഐസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലിഫ്റ്റ് യുവർസെൽഫ് അപ്പ്, അറൈസ്. Lift yourself up, Abraham. Arise. ഹല്ലേലൂയ. തന്നെത്താനെ ഒന്ന് ബലപ്പെടുത്തി എഴുന്നേറ്റേ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മെ എഴുന്നേൽപ്പിക്കാൻ ആരും വരില്ല പ്രിയപ്പെട്ടവരെ. പലയിടങ്ങളിലും നാം ഇരുന്നു പോയാൽ നമ്മെ എഴുന്നേൽപ്പിക്കാൻ ആരും വന്നെന്ന് വരത്തില്ല. ഈ ദിവസങ്ങളിൽ ആരും വന്നില്ലെങ്കിലും ഹല്ലേലൂയ, നമുക്ക് നമ്മെ തന്നെ ബലപ്പെടുത്തി ഒന്ന് എഴുന്നേൽക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മെ തന്നെ ബലപ്പെടുത്തി ഒന്ന് എഴുന്നേൽക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. യാക്കോബ് തന്നെ ബലപ്പെടുത്തി, ഹല്ലേലൂയ, സ്തോത്രം, കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് തന്റെ വടി, ഹല്ലേലൂയ, സ്തോത്ര സഹായത്തോടുകൂടി എഴുന്നേറ്റിരുന്നു എന്ന് വായിക്കുന്നു. വടി വചനത്തെ, ഹല്ലേലൂയ, സ്തോത്രം, നിഴലിക്കുന്ന ഒരു കാര്യമാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് വചനത്തിൽ ഒന്ന് ഊന്നി, ഹല്ലേലൂയ, ഒന്ന് തന്നെത്താൻ ബലപ്പെടുത്തി എഴുന്നേറ്റിരിക്കാം. അങ്ങനെ എഴുന്നേറ്റിരുന്ന യാക്കോബ്, ഹല്ലേലൂയ, സ്തോത്രം, ഒരു പ്രവാചകനായിട്ടാണ് അവസാനിച്ചത്. ഹല്ലേലൂയ. എങ്ങനെ തുടങ്ങിയവനാണ്, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ഒരു കാര്യം, നീ മരിച്ചവനെ, ഹല്ലേലൂയ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉറങ്ങുന്ന നീ, ഹല്ലേലൂയ, അവരുടെ ഇടയിൽ നിന്ന് നീ ഒന്ന് എഴുന്നേൽക്ക. ഹല്ലേലൂയ. നിരാശയിൽ തലകുമ്പിട്ടിരിക്കാതെ, രോഗമാണെന്ന് പറഞ്ഞ് തലകുമ്പിട്ടിരിക്കാതെ, വേദനയാണെന്ന് പറഞ്ഞ് തലകുമ്പിട്ടിരിക്കാതെ, ഹല്ലേലൂയ, എല്ലാവരും എന്നെ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞ് തലകുമ്പിട്ടിരിക്കാതെ, ലോത്ത് വിട്ടുപിരിഞ്ഞു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ തലകുമ്പിട്ടിരിക്കാതെ, ഹല്ലേലൂയ, ഒറ്റപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് തലകുമ്പിട്ടിരിക്കാതെ, ആ സാമ്പത്തിക തകർച്ചയുടെ മുമ്പിൽ കുമ്പിട്ടിരിക്കാതെ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അറൈസ്,
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മളോട് ദൈവത്തിന് പറയാനുള്ള ഒരു കാര്യം, കുഞ്ഞെ ഹല്ലേലൂയ, ഞാൻ നിന്നെ ഹല്ലേലൂയ വിശാലമായ ഒരു കാഴ്ചപ്പാടോടി, ഒരു വലിയ വിളിയോടുകൂടിയാണ്, വലിയ പദ്ധതിയോടുകൂടിയാണ് ഞാൻ നിന്നെ വിളിച്ചിറക്കിയിരിക്കുന്നത്. ആ ഊരിൽ നിന്ന്, കൽദേരുടെ ദേശത്ത് നിന്ന്, മെസപ്പൊട്ടോമിയയിൽ നിന്ന് ഹല്ലേലൂയ നിന്റെ മുമ്പിൽ തേജോമയനായി പ്രത്യക്ഷനായി നിന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത് നീ ഇവിടെ ഈ മൊട്ടക്കുന്നുകളുടെ നടുവിൽ തലകുമ്പിട്ടിരിക്കുവാനായിട്ടല്ല. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. നീ ആദ്യം ലിഫ്റ്റ് അപ്പ് യുവർ ഹെഡ്, ലിഫ്റ്റ് അപ്പ് ദൈൻ ഐസ്. ഹല്ലേലൂയ, അതതിന്റെ ഒരു പ്രോസസ്സ് കേട്ടോ. ആദ്യം തല ഉയർത്തണം, പിന്നീട് കണ്ണുയർത്തണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അത് കഴിഞ്ഞ് നീ തന്നെത്താൻ ഉറപ്പിച്ചിട്ട് യു ഹല്ലേലൂയ ലിഫ്റ്റ് യുവർ സെൽഫ് അപ്പ്. ഹല്ലേലൂയ, നീ തന്നെ ഒന്ന് ഉറപ്പിച്ച്, നീ തന്നെ ഒന്ന് എഴുന്നേറ്റിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പറയുകയാണ് 17-ാമത്തെ വാക്യത്തിൽ, arise and walk. അവിടെ ദൈവം 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലിഫ്റ്റ് അപ്പ് ദൈൻ ഐസ്. ഹല്ലേലൂയ, തല ഉയർത്ത്. ഹല്ലേലൂയ, ലുക്ക്. ഹല്ലേലൂയ, സ്തോത്രം. ലിഫ്റ്റ്, ലുക്ക് ആൻഡ് ഐ വിൽ ഗിവ് ഇറ്റ്. സ്തോത്രം. അതാണ് അവിടെ പറയുന്നത്. നീ നിന്നെ തന്നെ ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് കണ്ണു തുറന്ന് നോക്കാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, നീ നോക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ തരാം, ഞാൻ തരാം. ഹല്ലേലൂയ. 14-15 വാക്യങ്ങൾ. എന്നാൽ കുറച്ചുകൂടെ ഹല്ലേലൂയ, സ്തോത്രം, വിശാലമായിട്ട് 17-ാം വാക്യത്തിൽ പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം. ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക, ഞാനത് നിനക്ക് തരും. അതിനെ ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്, അറൈസ്, വാക്ക്. ഹല്ലേലൂയ, ഞാൻ തരാനിരിക്കുന്നത് യു ടേക്ക് ഇറ്റ്. Arise, walk and take. ഹല്ലേലൂയ. എഴുന്നേറ്റ് ഹല്ലേലൂയ നടന്ന് പ്രാപിക്ക്. നീ കാണുന്ന ഭൂമിയൊക്കെയും തരാമെന്ന് ഞാൻ വാഗ്ദത്തം ചെയ്യുമ്പോൾ നീ എഴുന്നേറ്റ് നടന്ന് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നോക്കാൻ പറ്റുന്ന അത്രത്തോളം അബ്രഹാമെ നീ നോക്കി പ്രാപിക്ക്. അവൻ ആ ഇടങ്ങളിലെല്ലാം പോയി താമസിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, അത് പ്രാപിച്ചില്ല. പക്ഷേ ഹല്ലേലൂയ, അവന്റെ സന്തതികൾ, കടൽക്കരയിലെ മണൽ പോലെയുള്ള സന്തതികൾ യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ചീട്ടിട്ട് വിഭാഗിച്ച് ഹല്ലേലൂയ അത് പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ മാതാപിതാക്കളായിരുന്ന നമുക്കൊന്ന് എഴുന്നേറ്റ് നടന്ന് ഹല്ലേലൂയ നമ്മുടെ വാഗ്ദത്തത്തിന്റെ ടെറിറ്ററി ഒന്ന് വർദ്ധിപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. കാണുന്നതൊക്കെയും നമ്മുടെ കാഴ്ചപ്പാടുകൾ വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഇതെല്ലാം നമുക്ക് തരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഹി ഈസ് റെഡി ടു ഗിവ് us and let us be ready to take it. ഹല്ലേലൂയ, ദൈവം അത് തരുവാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ അത് ഹല്ലേലൂയ വാങ്ങുവാൻ, എടുക്കുവാൻ ഹല്ലേലൂയ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ലിഫ്റ്റ് അപ്പ്, ലുക്ക് ആൻഡ് ഹല്ലേലൂയ ഹി വിൽ ഗിവ് ഇറ്റ്. അറൈസ്, വാക്ക് ആൻഡ് ടേക്ക്. ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.